നമസ്കാരം. ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ നബീബിയെ 93 റൺസിന് തോപ്പിച്ചു ഇന്ത്യ. അടിപൊളി, വെൽ ഡൺ, കൺഗ്രാജുലേഷൻ. ഇത്രയും കൊട്ടൊക്കെ മതി, നബീബിയല്ലേ, ഇത്രയൊക്കെ മതി. അപ്പോ ഇന്ന് നബീബിയും ഇന്ത്യയും തമ്മിലായിരുന്നു കളി. സഞ്ജു സാംസൺ പറഞ്ഞു വരാം. സഞ്ജു സാംസണ് വീണ്ടും കളിക്കാനുള്ള അവസരമുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോ ഇന്ത്യ 209 റൺസ് അടിച്ചു, 9 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ കളിച്ചു. ലാസ്റ്റ് ഓവർ എന്തൊക്കെ ചെയ്തെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. പോട്ടെ, മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നബീബിയ 18.2 ഓവറിൽ എന്ത് ചെയ്തു? 116 ആൾ ഔട്ട്. ഇത്രയാണ്. പാവമാണ്, കുഞ്ഞന്മാരാണ്, ഈ പറയുന്ന വേൾഡ് കപ്പിലൊക്കെ വന്ന് കളിക്കുകയാണ്. അവന്മാർ അത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യ അങ്ങ് അങ്ങനെ ആരോടും പുകഴ്ത്തുകയും വേണ്ട എന്നുള്ളതാണ്. ഈ 93 റൺസിന്റെ വിജയം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയമാണ്. അതുകൊണ്ട് ആ രീതിയിൽ രാജകീയമായിട്ടൊക്കെ തന്നെയാണ് ജയിച്ചത്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി റണ്ണടിക്കാതെ പലയിടത്തും പല പ്രശ്നങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ആദ്യം നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ അഭിഷേക് ശർമ്മക്ക് വയറിളക്കമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും കൂടി അവനെ പ്രയാഗി നീ തൂറി കേടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാഗി അവൻ വയറിളകി ഗോയിങ് ഓൺ എന്നാ പറയുന്നത്. നിന്നിട്ടില്ല, അതിങ്ങനെ ഗോയിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടതുകൊണ്ട് അവൻ ഇറങ്ങിയില്ല. അപ്പോഴേ തന്നെ സഞ്ജു സാംസൺ ഒരു അവസരം കിട്ടി. ഓപ്പണന്റ് ആരായിരുന്നു? നബീബിയായിരുന്നു. ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരുന്നു സഞ്ജു സാംസണ് കിട്ടിയത്. പക്ഷെ കളിച്ചില്ലെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. 8 ബോളുകളിൽ 22 റൺസ് അടിച്ചത്. 8 ബോളുകളിൽ 22 റൺസും 3 സിക്സും 1 4. പക്ഷെ അതായത് ആദ്യത്തെ 4 ബോളുകളിൽ ഇവൻ റൺസ് ഒന്നും എടുത്തില്ല. പിന്നെ വന്ന 3 ബോൾ തുടർച്ച സിക്സുകൾ. എനിക്കൊന്ന് ഹാർട്രിക് സിക്സ് അടിച്ചിരിക്കുന്നത്. 3 സിക്സ് തുടർച്ചയായിട്ട്. 4ാമത്തെ ബോള് 4 അടിച്ചു, 5ാമത്തെ ബോൾ ഔട്ടായി എന്നുള്ളതാണ്. ആ ഒരൊറ്റ ബോള്, ആ ഫ്ലിക്ക് ചെയ്ത് അവന്റെ കൈ കൊടുത്ത ഒരൊറ്റ ബോള് ഇവനൊന്നൊരു ഭാഗ്യം അല്ലെങ്കിൽ നേരെ നോക്കിയേ കളിച്ചിരുന്നു എങ്കിൽ അത് ഒരു വേണോ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു കളിച്ചത്. സ്ലോ ബോൾ ആയിരുന്നു. ഒന്ന് പിന്നെ ഗ്യാപ്പിലോട്ടൊക്കെ എടുത്ത് വിട്ടിരുന്നുവെങ്കിൽ നല്ലൊരു സ്കോർ അടിക്കാൻ പറ്റുന്നു. സഞ്ജു സാംസണ് നല്ലൊരു അവസരമായിരുന്നു നഷ്ടപ്പെട്ടു. അവന് ഭാഗ്യമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അവർ അടിച്ച ഷോട്ടുകൾ കണ്ടോ? ഈ പറയുന്ന ക്യാച്ചായി ഔട്ടായത് മാറ്റി വെച്ച് നിർത്തി കഴിഞ്ഞാൽ കിട്ടില്ല ഷോട്ടുകൾ അടിച്ചത്. അവരെ പൂർ ബൗളിംഗ് ആയിരുന്നു. അവരെ കൊണ്ട് ലെഗ് സൈഡിലും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുക്കായിരുന്നു. അവസാനം മാത്രം കുറെ യോർക്കർ എറിഞ്ഞ് കുറച്ച് റൺസ് പിടിച്ചു എന്നുള്ളതല്ലാതെ തുടക്കമൊക്കെ അവന്മാർ ചുമ്മാ ലെഗ് സൈഡിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു. കിഷാൺ അടിയോടടി. എന്റെ അമ്മ അവന് ഭ്രാന്താണ്, കിഷാണന് ഭ്രാന്താണ്. കിഷാണ പോണം വലിച്ചു വാരിട്ടടിക്കും. 4 സിക്സ് തുടരടിക്കുന്നുണ്ട്. അപ്പൊ കിഷാണന് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവൻ പിന്നെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പിന്നെ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു സഞ്ജു സാംസണും അറിയാമല്ലോ, കുറെ കളി കൊണ്ട് കയറുന്നത്. കുറെ കഴിഞ്ഞ സീരീസിൽ 5 കളിയും പിന്നെ ഫോം ഔട്ട് ആയിരുന്നു. വീണ്ടും ഈ പറയുന്ന അഭിഷേക് ശർമ്മയ്ക്ക് ഗോയിങ് ഓൺ ആയതുകൊണ്ട് മാത്രം കിട്ടിയ അവസരം. അതും നബീബിക്കത് ഇവിടെയെങ്കിലും ഒരു 50 അടിക്കണം എന്നൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫസ്റ്റ് 6 ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് ആ ഫ്ലിക്ക് ചെയ്തൊക്കെ 6 സൂപ്പർ 6 ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൻ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അവനെ കണ്ട് നെഞ്ചിരിപ്പ് നമുക്കാണ്, വേറെ ആരും വന്നാലും ഇല്ല കേട്ടോ. ഇപ്പൊ ഔട്ടാവോ എന്നുള്ളത്. അപ്പോ സഞ്ജു സാംസൺ അങ്ങനെ 8 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 22 റൺസ്, കൂടുതൽ ബോളൊന്നും കളഞ്ഞില്ല. 3 സിക്സുകളും 1 4 അടിച്ച് 275 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. മനസ്സിലായോ? ഇഷാൻ അണ്ണൻ, നമ്മളെ കിഷാൻ അണ്ണൻ വന്ന് എന്റെ അമ്മ 24 ബോളിൽ 61 റൺസ് അടിച്ചത്. 5 സിക്സുകളും 6 4കളും. ഇതിപ്പോ അഭിഷേക് ശർമ്മയുടെ അപ്പനായിട്ട് വരികയാണ് ഇഷാൻ കിഷൻ. മനസ്സിലായോ? അഭിഷേക് ശർമ്മയുടെ അപ്പനായിട്ട് വരികയാണ്. ആദ്യമൊന്നും വലിയ ടൈമിംഗ് ഇല്ലായിരുന്നു. പിന്നെ അതാ നോക്കിയപ്പോൾ ഒരു ഓവറിൽ 6 സിക്സ് ശേഷം 4 സിക്സ് ഒക്കെ പടപട അടിക്കുന്നത്. 4 സിക്സ് 1 4 അടിച്ചു വിട്ടുന്നുണ്ട്. പിന്നെ ഇത്തിരി ആക്രാന്തം കൂടി പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പറഞ്ഞതും ബോളെടുത്തും എല്ലാം എടുത്ത് അടിക്കുന്നുണ്ട്. ആ ബോളും ഈ പറഞ്ഞതുപോലെ കുറച്ച് ബാറ്റിന്റെ മേളിലോട്ടാണ് ആ ബോൾ കൊണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ അതും 6 പോയി ഇന്നൊരു സെഞ്ചുറി അടിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇഷാൻ കിഷൻ അങ്ങനെ പോയി. അതിനുശേഷം തിലക് വർമ്മ വന്നു. തിലക് വർമ്മ പക്ഷെ വിചാരിച്ച പോലെ നടന്നില്ല. 21 ബോളിൽ വെറും 25 റൺസാണ് അടിച്ചത്. 3 4കൾ മാത്രമാണ്. ടൈമിംഗ് വളരെ ശരിയായിരുന്നില്ല, കുറച്ച് തുഴച്ചിട്ടുണ്ടായിരുന്നു. 21 ബോളിൽ 25 റണ്ണ്, അത് T20 എന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ് എന്ന് തന്നെ പറയും. ഇത് ചേസ് അല്ല, ചേസ് എന്നല്ല, ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അത് നബീബിയാണ് ഓപ്പണന്റ് ആകുമ്പോൾ 21 ബോളിൽ 25 റൺ ഫസ്റ്റ് ഡൗൺ ഇറങ്ങിക്കൊണ്ട്, അതായത് പവർ പ്ലേയിൽ ഇറങ്ങിക്കൊണ്ട് 21 ബോളിൽ 25 റൺസ് അടിക്കുന്നത് വളരെ പുവർ ബാറ്റിംഗ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് സൂര്യകുമാർ യാദവ് 13 ബോളിൽ 12 ആണ്. കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു 6 അടിച്ചു അല്ലേ.
എല്ലാ കളിയും കഴിഞ്ഞ കളി അവനുള്ളത് കൊണ്ടാണ് ജയിച്ചത്. ഇന്ത്യ തോക്കുമായിരുന്നു. മനസ്സിലായോ? വിടാം. ഹാർദിക് പാണ്ഡ്യ, കുൻഫു പാണ്ഡ്യ, ഇന്ന് എനിക്കൊന്നൊരു മാൻ ഓഫ് ദി മാച്ച് അവന് തന്നെ ആയിരിക്കും അല്ലെ. ഒരു ഹാർദിക് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുൻഫു പാണ്ഡ്യക്ക് ഇന്ന് ഭ്രാന്തായിരുന്നു. കുൻഫുണ അടിയോട് അടിയായിരുന്നു. ആദ്യം വന്ന് കൊട്ടേക്ക് നിന്നിട്ട് കുൻഫുണ 4 ഫോറുകളും 4 സിക്സുകളും അടിച്ച് വെറും 28 ബോളിൽ നിന്നാണ് 52 റൺസ് അടിച്ചത്. മനസ്സിലായോ? 28 ബോളുകളിൽ നിന്ന് 52 റൺസ് അടിച്ച് കുൻഫു പാണ്ഡ്യ എന്ത് ചെയ്തു? നമ്മുടെ ഈ 209 റൺസ് എന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഇഷാൻ കിഷൻ ഔട്ടായപ്പോൾ റൺ എന്ന് പറയുന്നത് 104ന് 2 ആയിരുന്നു. വെറും 7.1 ഓവറിലാണ് ഇഷാൻ കിഷൻ ഔട്ടാവുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്കോർ എന്ന് പറഞ്ഞാൽ 104 ആയിരുന്നു. മനസ്സിലായോ? പവർ പ്ലേയില് ഇന്ത്യയുടെ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേ ഇന്ത്യയുടെ സ്കോർ 84 അങ്ങനെ എന്തോ ആയിരുന്നു ഇന്ത്യയുടെ പവർ പ്ലേ സ്കോർ. ഇന്ത്യയുടെ തന്നെ വേൾഡ് കപ്പിലെ 4ാമത്തെ ഹയസ്റ്റ് സ്കോറുമായിരുന്നു. ഓക്കെ, പിന്നെ ഹാർദിക് പാണ്ഡ്യ വന്നു. ഹാർദിക് പാണ്ഡ്യയും ഈ പറഞ്ഞ ശിവം ദുബെയിൽ നിന്ന് നല്ല രീതിയിൽ ശിവം ദുബെ കളിച്ചു. 16 ബോളിൽ 23 റൺസ് അടിച്ചിട്ടുണ്ട്. ഒരു 4 ഒരു 6 ഒക്കെ അടിച്ചുകൊണ്ട് 143 റൺസിന്റെ ശരാശരിയിലാണ് അവൻ അടിച്ചത്. ശിവൻ ദുബെ റൺഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പൊ ഹാർദിക് പാണ്ഡ്യ, കുൻഫു പാണ്ഡ്യ എന്തായാലും മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം റിങ്കു സിംഗ്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഈ പറയുന്ന നമ്മുടെ സഞ്ജു സാംസന് വീണ്ടും അവസരങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കാരണം ഈ റിങ്കു സിംഗിനെ എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. റിങ്കു സിംഗ് 2-3 കളി കൊണ്ട്, കഴിഞ്ഞ കളി ആയിക്കട്ടെ, ഈ പറയുന്ന ന്യൂസിലൻഡിനെതിരായിട്ടുള്ള കളി ആയിക്കോട്ടെ, ലാസ്റ്റ് കളിയൊക്കെ അവൻ അത്ര ഫോമിന് ടൈമിങ് കിട്ടുന്നില്ല. ക്യാച്ച് എവിടെ പൊങ്ങിയാലും അവന്റെ കയ്യിൽ വരുന്നുണ്ട്. വേറെ ആരുടെ കയ്യിൽ പോലെ അവന്റെ കയ്യിലുള്ള ക്യാച്ച് വരുന്നത്. പക്ഷെ ഇവന് അങ്ങോട്ട് ആ ഒരു സംഭവം എന്തൊരു ദേഷ്യം പോലെ വലിച്ചെടുക്കും. ഇതിങ്ങനെ വലിച്ചു ഈ പറയുന്ന ഗ്ലൗസ് ഒക്കെ വലിച്ചു പിക്കുന്നതാണ്. പക്ഷെ ആളിയൻ എന്തോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി സഞ്ജു സാംസൺ ഇനി 11 എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ അവിടെ ഓപ്പണിംഗ് ചാൻസ് ഇല്ല. 11 കൂട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇഷാൻ കിഷന് എന്തെങ്കിലും പരിക്കുണ്ട്, അല്ലാതെ ഓപ്പണിംഗ് ചാൻസ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റിങ്കു സിംഗ് ഓപ്പണിങ്ങും ഈ പറയുന്ന ഫിനിഷറുമായിട്ടൊക്കെ നമ്മൾ ഉപകരിക്കാറുണ്ടല്ലോ. അപ്പോൾ റിങ്കു സിംഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും റിങ്കു സിംഗ് കയറി ഇരിക്കേണ്ടതായിട്ട് വരും എന്നാണ്. അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിങ്കു സിംഗ് 6 ബോൾ നേരിട്ട് 1 റൺസ് ലാസ്റ്റ് ഓവറെ കൊണ്ട് കളഞ്ഞ്. ലാസ്റ്റ് 2 ഓവർ കളഞ്ഞത് ഇവൻ തന്നെയാണ്. റൺസ് അടിച്ചിട്ട് പോയില്ല. ലാസ്റ്റ് 6 ബോളിൽ നിൽക്കണം വെറും 1 റണ്ണാണ്. ഇത് ഈ പറയുന്ന ഏറ്റവും അവസാനം 2 ഓവർ ഉള്ളപ്പോഴാണ് അവൻ ഇറങ്ങുന്നത്. എന്നിട്ട് റൺസ് അടിച്ചിട്ട് ഓടിയില്ല. എന്നിട്ട് പഠിച്ച് കൈ കൊടുത്തു. എനിക്ക് മനസ്സിലാവുന്ന റിങ്കു സിംഗ് എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. പിന്നീട് പട്ടേൽ, നമ്മൾ വൈസ് ക്യാപ്റ്റൻ പട്ടേൽ ടക്കായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, വരുൺ ചക്രവർത്തി പോട്ട്. അപ്പോ ഇതായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ്. അവന്മാർ വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ എന്തൊരു ഇറമസ് എന്ന് പറയുന്ന അവനാണ് നമ്മുടെ ക്യാപ്റ്റൻ കേട്ടോ. ഇങ്ങനെ എറിയട്ടെ, അത് പ്രശ്നമാണ് കേട്ടോ. ഇവന്താ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ എറിയുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്, സൈഡിൽ കൂടിയാണ് എറിയുന്നത്. എന്തൊരു പാട്. 15-ാം തീയതിയാണ് കളി. അപ്പൊ അവൻ 4 വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ്. ശരി, മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ നബീബിയെ സത്യം പറഞ്ഞാൽ അവർ 10 ഓവർ സൂപ്പർ ആയിട്ട് കളിച്ചു. 10 ഓവറിൽ എനിക്ക് എന്റെ ഊഹം ശരിയാണ്, അവർ 84 റൺസ് അടിച്ചിട്ടുണ്ട് 10 ഓവറിൽ. മനസ്സിലായോ? അവന്മാർ 33 ഫസ്റ്റ് വിക്കറ്റും പിന്നെ 67 രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത്. പിന്നെ 86-ൽ 3 7ാമത്തെ ഓവറിൽ അവർ 86 അടിച്ചെന്നേ. 7ാമത്തെ ഓവറിൽ 9.2 ഓവർ 9.2ാമത്തെ ഓവറിൽ അവർ 86 അടിച്ചു. മനസ്സിലായോ? പിന്നെയാണ് വിക്കറ്റ് പോയത്. 86-ൽ 3, 86-ൽ 3, പിന്നെ അതേ അവർ തന്നെ 4, പിന്നെ 88-ൽ 5, പിന്നെയാണ് പടപട. അതായത് 86-ൽ 2-ൽ നിന്ന് 86 റൺസിന് ഇവന്മാർക്ക് 2 വിക്കറ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് 116 റൺസിന് ഇവർ ഓൾ ഔട്ട് ആവുന്നത്. അപ്പൊ 86 ആവുമ്പോഴേ 10, 14, 24 ഏതാണ്ട് 30 റൺസിനകത്ത് വെച്ച് ബാക്കി 8 വിക്കറ്റും പോയി എന്നുള്ളതാണ്. അപ്പോ ഇതായിരുന്നു അവന്മാർ ഓപ്പണിംഗ്. 2 പേരും നല്ല രീതിയിൽ കളിച്ചു. അതെനിക്ക് അവിടെ നമുക്കൊരു ചെറിയൊരു ഡിസപ്പോയിന്റഡ് എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇന്ത്യയുടെ കേസ്. കാരണം ഓപ്പണിംഗ് ബൗളേഴ്സ് ഈ പറയുന്ന നബീബിയെ പോലുള്ള ബാറ്റ്സ്മാൻമാർക്ക് മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അവന്മാർ അടിച്ച് വിളയെ കളയാനായിട്ട്. മനസ്സിലായോ? അവന്മാർ നല്ല രീതിയിൽ ശരാശരിയിൽ അവർ റൺസ് അടിച്ചു എന്നുള്ളത് അവിടെ മാത്രമാണ് ചെറിയൊരു പ്രശ്നം ഇന്ത്യക്കുള്ളത്. എപ്പോഴാണ് ഇന്ത്യയുടെ പക്ഷത്തേക്ക് കളി വന്നത്? ഇന്ത്യയുടെ പക്ഷത്തേക്ക് കളി വന്നത് നമ്മുടെ യമൻ വന്നപ്പോൾ, നമ്മുടെ വരുൺ ചക്രവർത്തി വന്നതിന് ശേഷമാണ് ഇന്ത്യ കളി പിടിച്ചത്. മനസ്സിലായല്ലോ? വരുൺ ചക്രവർത്തി 2 ഓവർ എറിഞ്ഞുള്ളൂ, 3 വിക്കറ്റ് തള്ളിയിട്ട് പിന്നെ അവന് ഓവർ കൊടുത്തില്ല എന്നുള്ളതാണ്. 2 ഓവറിൽ വെറും 7 റൺസ് മാത്രം കൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകളെ തള്ളിയിട്ടത്. മനസ്സിലായോ?
പിന്നീട് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് എല്ലാവർക്കും ഈ ബുംറ വന്നു. ബുംറ സൂപ്പറായിട്ട് ഇറങ്ങി. ബുംറയൊക്കെ വന്ന് എല്ലാവർക്കും ഇത്തിരി പ്രാക്ടീസ് ആവട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഓവർ കൊടുത്തു. അതുകൊണ്ടൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. വരൺ ചക്രവർത്തി കൊണ്ടുവന്ന് 2 വിക്കറ്റ് കൂടി തള്ളിയിട്ട് അവന്റെ വിക്കറ്റ് നിലവാരം കൂടുന്നുള്ളത് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഓവർ കൊടുത്തത് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പാണ്ഡ്യ ഇനി ഓവറേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡ്യ 21 റൺസിൽ 2 വിക്കറ്റ് തള്ളിയിട്ടു കേട്ടോ. പിന്നീട് അർഷദീപ് സിംഗിന് നിന്ന് നല്ല അടി കിട്ടി. 36 റൺസിന് അവന്റെ ബോളിംഗ് ലെങ്തൊന്നുമില്ല. ബുൾട്ടോസ് ഒക്കെ എറിഞ്ഞെടുക്കുന്നുണ്ട്. 1 വിക്കറ്റ് തള്ളിയിട്ടു. ശിവൻ ദുബൈ പിന്നീട് 2.2 ഓവറിൽ 11 റൺസ് വിട്ടുകൊണ്ട് 1 വിക്കറ്റ് തള്ളിയിട്ട്. ബുംറ എറിഞ്ഞു 20 ബോളിൽ 1 വിക്കറ്റ് തള്ളിയിട്ട്. 20 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് തള്ളിയിട്ടു. വരുൺ ചക്രവർത്തിയാണ് ഹീറോ. 2 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. 7 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ തള്ളിയിട്ടത്. അക്ഷർ പട്ടേല് ആദ്യ ഓവറിൽ 14 റൺസ് വാങ്ങിച്ചുവെങ്കിലും രണ്ടാമത് മുന്നേ 3 ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് വെറും 2 വിക്കറ്റുകൾ തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 93 റൺസിന്റെ ആധികാരികമായ ജയം കൈപ്പടയിൽ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ഇനി അടുത്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ കളിയാണ്. എപ്പോഴാണ്? ഈ വരുന്ന ഞായറാഴ്ച 15 ഞായറാഴ്ചയാണ്. അതായത് ഞാൻ കളിക്കൂല എന്ന് വെച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പണം കൊടുത്തപ്പോഴേ എന്തിന്റെ രാജ്യസ്നേഹം തേങ്ങ വാങ്ങിയെന്നൊക്കെ പറഞ്ഞില്ല. അവസാനം കുറച്ച് എനിക്ക് ബയോട്രിക് സീരീസ് തരുമോ എങ്കിൽ ഞാൻ കളിക്കാം. പിന്നെ മറ്റവരായിട്ട് പിന്നെ 3 പേരായിട്ടുള്ള സീരീസ് തരുമോ, ട്രയാങ്കിൾ സീരീസ് തരുമോ എങ്കിൽ നമ്മൾ കളിക്കാം. എന്തോന്നല്ലേ നിങ്ങളുടെ പറഞ്ഞ വാക്കിനൊക്കെ വില വേണ്ടേ? എന്നിട്ട് രാജ്യത്തിന് പൈസയുടെ മുന്നിൽ അളക്കുകയല്ല ചെയ്ത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ബംഗ്ലാദേശിന് ഈ പറയുന്ന വേൾഡ് കപ്പ് കൊടുക്കണേ, അവിടുത്തെ ആതിഥേയത്വം വരയ്ക്കാൻ വേണ്ടി കൊടുക്കണേ. ഓ ശരി, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കട്ടെ. നമുക്കൊരു ബയലാട്രൽ സീരീസ് തരണം ഇന്ത്യയായിട്ട്. നമുക്ക് വല്ല പണം വല്ലതും കിട്ടുള്ളൂ. നമുക്ക് നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ബയലാട്രൽ സീരീസ് ഒന്ന് ഞങ്ങൾ കളിക്കാന്ന്. അപ്പൊ ഐസിസി അത് പറ്റൂല, അത് നടക്കാത്ത കേസ്. ശരി, ട്രയാങ്കിൾ സീരീസാ, പിന്നെ നമ്മളും ബംഗ്ലാദേശും ഈ ഇന്ത്യയായിട്ട് അതൊന്ന് ആലോചിക്കാം. സത്യം പറഞ്ഞാൽ ഒന്നും അവര് അംഗീകരിച്ചു കൊടുത്തില്ല. പക്ഷേ യവന്മാര് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. കാരണം ദരിദ്ര പിന്നീട് രാജ്യമാണ്. ആരെന്നൊക്കെ നക്കി തെണ്ടി വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. കുറച്ച് ഈ പറഞ്ഞ പോരും കാര്യങ്ങളൊക്കെ കാണിച്ചാലും ആര് പിച്ചിട്ട് കൊടുക്കുന്നു അത് വാങ്ങിച്ച് നക്കുക എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻമാർ. അപ്പൊ എന്തായാലും നമുക്ക് ഈ 2 കളി മാറ്റി നമുക്ക് കാണാനുള്ള 15-ാം തീയതി കളിയാണ്. അന്ന് അവന്മാരെ അടുപ്പിച്ച് തൂറിച്ച് വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാക്കാൻ വേണ്ടി നമുക്ക് വിടുക്കണം. ജയ് ഹിന്ദ്.